ഉളിക്കൽ പഞ്ചായത്തിലെ മണ്ഡപപ്പറമ്പിൽ കച്ചവട സ്ഥാപനത്തിന് പുറകിലായി ഉപയോഗിച്ച പാമ്പേഴ്സുകൾ ഉൾപ്പെടെ വലിച്ചെറിയുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഇത് മണ്ഡപപ്പറമ്പ് അംഗൻവാടിയിൽ പോകുന്ന വഴിയാണ്. സാമൂഹ്യ വിരുദ്ധരെ മുഴുവൻ വെള്ളം അടിക്കുക, കൊള്ള കുപ്പി കൊണ്ടിടുക, പാമ്പേഴ്സിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തട്ടുക. അത് ഇവിടെയാണ്, ഈ മൂലയ്ക്കാണ് കൊണ്ട് തട്ടുന്നത്. ഇന്നലെ ഞങ്ങൾ മുഴുവൻ വൃത്തിയാക്കിയതാണ്. ഇന്ന് ഇതുപോലെ ഒരു താത്ത പർദ്ദ ഇട്ടിട്ട് മുഖം എല്ലാം മറിച്ചിട്ട് അവിടെ വരെ വന്നു. അവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. ആരുമില്ലാന്ന് പറഞ്ഞപ്പം ഇവിടെ കൊണ്ടുപോയിട്ട് തട്ടി. ഇതാ ഒരു കൂട് നിറയെ പാമ്പേഴ്സ്. ഇതെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്നാൽ 12,000 രൂപ മുടക്കിയിട്ടാണ് ഇവിടെ വേസ്റ്റ് വെള്ളം മുഴുവൻ വൃത്തിയാക്കിയത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇവിടെ ഇന്ന് വെള്ളം അടിച്ചിട്ട് ആ കുപ്പി മുഴുവൻ ഇങ്ങോട്ട് വിടും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇടും. പഞ്ചായത്തിൽ വിവരം കൊടുത്തിട്ട് മെമ്പറോട് പറഞ്ഞു, പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. ഞാൻ അവരോട് പോയി ചോദിച്ചു. അവർ മുഖം കാണുന്നില്ല, വാർത്ത ഇട്ടുകൊണ്ട് വേഗം തട്ടവും ഇതെല്ലാം ഫോട്ടോയിലൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ചോദിച്ചു പറഞ്ഞു, ഞാനല്ല, ഞാൻ ഈ വഴി വരവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംശയം തോന്നിയത് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. മെമ്പറും വിളിച്ച് ചോദിച്ചു അവരോട്. അപ്പോഴേ ചോദിച്ചു, പർദ്ദയിട്ടവരെ മുഴുവൻ നിങ്ങൾ സംശയിക്കുമോ ചോദിച്ചു. മുഖം മറിച്ച് പർദ്ദയിട്ടിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇത് മുഖം കാണാൻ പറ്റണ്ടേ? അങ്ങനെയാണ് പർദ്ദയിട്ടവർക്ക് മുഴുവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നാളെ ഇപ്പം ഞാനും ഒരു പർദ്ദയിട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? ഇതൊക്കെയാണ് അവസ്ഥ. അംഗൻവാടി റോഡാണ്, എത്ര ചെറിയ കുട്ടികൾ പോകുന്ന റോഡല്ലേ. ഇവിടുന്നാണ് മദ്യം കഴിക്കലും വെള്ളമടി എല്ലാം ഇവിടുന്ന് തന്നെ. ഇവിടെ കുപ്പി മുഴുവൻ അവിടെയും ഇവിടെയും കൊണ്ട് തട്ടലാണ് പരിപാടി. പർദ്ദ ധരിച്ചെത്തിയ ഒരു സ്ത്രീ കവറിലാക്കിക്കൊണ്ടുവന്ന പാമ്പേഴ്സുകൾ കടയ്ക്ക് പുറകിലേക്ക് വലിച്ചെറിയുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കച്ചവട സ്ഥാപനത്തിന് പുറകുഭാഗത്തേക്ക് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതും അംഗൻവാടി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ പ്രദേശവാസികൾക്കും കുരുന്നുകൾക്കും കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുമെന്നും കച്ചവടക്കാർ പറയുന്നു. ഈ സൈഡ് ഫുള്ള് പാമ്പേഴ്സ് കൊണ്ടാണ്. ഞാൻ ഇന്നലെ ഒരു കൂലിക്ക് ആളെ വെച്ചിട്ട് 2,000 രൂപ കൂലി കൊടുത്തിട്ട് വൃത്തിയാക്കിയിട്ടാണ് ഇന്നത് ഈ പരിപാടി കാണിച്ചത്. കാര്യം നമുക്ക് ആളെ ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പർദ്ദയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് മുഖം തിരിയാത്തതുകൊണ്ട് ആളെ നമുക്ക് വ്യക്തമല്ല. പക്ഷെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആളെ മനസ്സിലായിട്ടാണ്. അത് വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് പുറകിലോട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് തിരിയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്.